ക്ഷേമ പെൻഷൻ കൂട്ടി പ്രഖ്യാപനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇപ്പോഴുള്ളത് കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സിവിൽ സപ്ലൈസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ധനമന്ത്രിയുടെ മറുപടി പ്രസംഗം. കാർഷിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി കൃഷിമന്ത്രി. കാർഷിക മേഖലയിൽ വ്യാപകമായ ജപ്തി നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. 34 രൂപയ്ക്ക് നാളികേരം സംഭരിക്കാൻ സർക്കാർ തയ്യാറെന്നും പി പ്രസാദ്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് കേരളം. നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് ഭേദഗതി അനിവാര്യമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. UDF ഏകോപന സമിതി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാകും. സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ കണ്ണൂർ സീറ്റ് വിട്ടു നൽകുമെന്ന് മുസ്ലിം ലീഗ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് കെ സുധാകരൻ. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ വീട് തകർന്നവർ നഷ്ടപരിഹാരം തേടി കോടതിയിലേക്ക്. ബാധിതർക്ക് സഹായം ഉറപ്പാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. സംഭവത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം ആരംഭിച്ചു. ഒളിവിലുള്ള ക്ഷേത്ര ഭാരവാഹികൾക്കായി അന്വേഷണം ഊർജിതം. കോഴിക്കോട് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണ 2 തൊഴിലാളികൾ മരിച്ചു. 2 പേർക്ക് പരിക്ക്. അപകടം നാദാപുരം കൊമ്മോട്ടുപോയിൽ.